ഷുവർലി ഗോഡ് വാസ് എ ലവർ എന്നുള്ള ജോൺ ഷൂ നീൽസണിൻ്റെ പോയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ പോയംസ് ഒക്കെ തന്നെ നമുക്കൊരു റൊമാൻറ്റിക് പോയംസ് പോലെ പറയാം. കാരണം എന്ന് വെച്ചാൽ നേച്ചറിനെയാണ് അദ്ദേഹം കൂടുതലായിട്ട് കവിതകളിൽ വർണ്ണിക്കുന്നത്. അദ്ദേഹം ഓസ്ട്രേലിയനാണ്. അപ്പോൾ ഒരു അബോറിജിനൽ റൈറ്റിംഗ് ഇല്ലെങ്കിൽ ഓസ്ട്രേലിയൻ കൾച്ചർ, അവരുടെ ബ്യൂട്ടി, ഇതൊക്കെ നമുക്കതിൽ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഷുവർലി ഗോഡ് വാസ് എ ലവർ എന്ന് പറയുന്ന പോയം എന്താണ്? ദൈവം ഈ സൃഷ്ടിച്ചിരിക്കുന്ന ഭൂമി, പ്രപഞ്ചം എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ആരാണെന്നാണ് നമ്മുടെ വിചാരം. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ദർ ഇസ് ആൻ അൾട്ടിമേറ്റ് ക്രിയേറ്റർ അല്ലേ? ഒരു ക്രിയേറ്റർ, ഒരു ഗോഡ് എന്ന് പറയുന്ന ഒരു ഇമേജ് എവിടെ ഉണ്ട്. അദ്ദേഹമാണ് ഈ ഭൂമിയും ഈ ഭൂമിയിലെ ജനങ്ങളെയും മരങ്ങളെയും പൂക്കളെയും പ്രഭാതവും ഇരുട്ടും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഗോഡാണെന്നാണ് നമ്മുടെ വിശ്വാസം അല്ലേ? അപ്പോൾ അതിനെ, ആ ഗോഡിനെ ഒരു ലവറായിട്ട്, ഒരു മെയിൽ ലവറായിട്ടാണ് ഈ പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഷുവർലി ഗോഡ് വാസ് എ ലവർ. തീർച്ചയായിട്ടും എന്താണ്? ഗോഡ് ഒരു ലവറാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈറ്റിൽ തന്നെ നമുക്ക് ആ ഒരു പോയത്തിൻ്റെ സെൻട്രൽ തീമാണ് തരുന്നത്. ദ ഗോഡ് ക്രിയേറ്റഡ് എവറിത്തിങ് ഇൻ ദ ഐസ് ഓഫ് എ ലവർ. ഓക്കെ, അങ്ങനെയാണ് പോയറ്റിന് തോന്നുന്നത്. അപ്പോൾ എന്താണ്? ഒരു അലൂഫായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു എക്സ്ട്രീം, ഒരു എന്താണ്, വളരെ കൃത്യം നിഷ്ഠമായി ജീവിക്കുന്ന ഇല്ലെങ്കിൽ വളരെ അട്ടർമോസ്റ്റ് ഒരു ലെവലിൽ നിൽക്കുന്ന ആളല്ല ഗോഡ്. പകരം എന്താണ്? നമ്മളെപ്പോലെ വികാരവും വിചാരങ്ങളും ഒക്കെയുള്ള ഒരു മനുഷ്യനെ പോലെ ഇവിടെ എന്തിനെ കാണുന്നു? ഗോഡിനെ കാണാണ്. അപ്പോൾ അദ്ദേഹം സൃഷ്ടിച്ച ഈ ഭൂമിയിൽ എന്തൊക്കെയാണുള്ളത് അതിലൊക്കെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? ഹിസ് ലവ് അല്ലെ? ഗോഡിൻ്റെ ലവ് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ട്രാൻസ്ഫോർമേറ്റീവ് പവർ അല്ലേ? ഈ സ്നേഹം എന്ന് പറയുന്നതിനെ എല്ലാം മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതും കൂടിയാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോയം വളരെ ഷോർട്ടാണ്. ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഷുവർലി ഗോഡ് വാസ് എ ലവർ when he bade the day begin soft as a woman's eyelid, white as woman's skin എന്നാണ് ആദ്യത്തെ രണ്ട് വരികൾ പറഞ്ഞത്. ഷുവർലി ഗോഡ് വാസ് എ ലവർ. ഇത് റിഫ്രെയിനാണ്. എല്ലാ സ്റ്റാൻസിലും ഇല്ലെങ്കിൽ എല്ലാ ലൈൻ്റെയും ബിഗിനിങ്ങിലും നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കും. എന്താണ്? ഗോഡ് എന്തായാലും ഒരു ലവറാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഡേ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രഭാതത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആസ് സോഫ്റ്റ് ആസ് വുമൻസ് ഐലിഡ്. എന്താണ്? പ്രഭാതം ഉണരുന്നത് എങ്ങനെയാണ്? ഒരു ഐലിഡ്, സ്ത്രീയുടെ കൺപീലി തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച പോലെയാണ് നമുക്ക് പ്രഭാതം വിടരുന്നത് കാണുന്നത്. വൈറ്റ് ആസ് വുമൺ സ്കിൻ. എന്താണ്? അതുപോലെ പ്രഭാതം എന്ന് പറയുന്നത് സ്ത്രീയുടെ സ്കിന്ന് പോലെ അത്രയും വെളുത്തതുമാണ് അല്ലേ? പ്രഭാതം എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്, ബ്രൈറ്റാണ്. അപ്പോൾ ലൈക്ക് ഹർ ഫേസ്, ഒരു പെൺകുട്ടിയുടെ മുഖം എങ്ങനെയാണോ അതുപോലെ വെളുത്തതും അവളുടെ കൺപീലി തുറക്കുന്ന പോലെയുമാണ് പ്രഭാതം വിടരുന്നത്. ഷുവർലി ഗോഡ് വാസ് എ ലവർ വിത്ത് എ ലവേഴ്സ് ഫോൾസ് ആൻഡ് ഫിയേഴ്സ് വെൻ ഹി മെയ്ഡ് ദ സീ ആസ് ബിറ്റർ ആസ് എ വിൽഫുൾ വുമൻസ് ടിയേഴ്സ്. എന്താ അടുത്ത സ്റ്റാൻസിൽ പറയുന്നത്? ഗോഡ് എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ എന്തുണ്ട്? ഗോഡിൻ്റേതായ ഡിഫിക്കൽട്ടീസ്, ഫ്ലോസ്, നെഗറ്റീവുകളുണ്ട്, തെറ്റുകളുണ്ട് അല്ലേ? കാര്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ മനുഷ്യനെ പോലെ വികാര വിചാരങ്ങളുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഗോഡ് ആസ് എ ലവർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കടലിന് കയ്പായത് അല്ലെങ്കിൽ ഉപ്പുരസമായത് ഒരു പെൺകുട്ടിയുടെ കണ്ണീര് കാരണമാണ്, ഇല്ലെങ്കിൽ അത് സ്ത്രീയുടെ കരച്ചിൽ പോലെയാണ്. അതിൻ്റെ ടേസ്റ്റാണ്, കയ്പാണ് എന്തിനുള്ളത്? കടൽ വെള്ളത്തിനുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഒരു ലവറിൻ്റെ ഫോൾട്ട്, ഫിയർ കാരണം എന്താണ്? ഹി മെയ്ഡ് ദ സീ ആസ് ബിറ്റർ ആസ് വുമൻസ് ടിയേഴ്സ് അല്ലേ? ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരിൻ്റെ കയ്പ് പോലെയാണ് കടൽ വെള്ളത്തിൻ്റെ ഉപ്പുരസം അല്ലെങ്കിൽ കയ്പ് രസം എന്ന് അദ്ദേഹം പറയാണ്. നെക്സ്റ്റ് സ്റ്റാൻസ. ഷുവർലി ഗോഡ് വാസ് എ ലവർ വിത്ത് ദ മാഡ്നെസ് ഓഫ് ലവ് വിൽ ബ്രിങ് ഹി റോഡ് വൈൽ ഹിസ് ലവ് വാസ് സിംഗിങ് ആൻഡ് പുട്ട് ഹർ സോൾ ഇൻ സ്പ്രിങ്. പിന്നെ എന്ത് ചെയ്യാണ്? ഓരോ സീസൺസിനെ കുറിച്ച് പറയാണ് കേട്ടോ. ഷുവർലി ഗോഡ് വാസ് എ ലവർ with the madness of love will bring he wrote while his love was singing and put her soul in the spring. എന്താണ്? അദ്ദേഹം ഒരു ലവറാണ്. അദ്ദേഹം പ്രണയത്തിൻ്റെ മാഡ്നെസ്സിലാണ്. ഓക്കെ, അട്ടർമോസ്റ്റ് ലവിലാണ്. അപ്പം എന്ത് ചെയ്യുന്നു? തൻ്റെ ലവ് പാടുമ്പോൾ ആ സ്നേഹത്തെ ഇല്ലെങ്കിൽ അവളുടെ ആ സോളിനെ, ആത്മാവിനെ എന്തിലിട്ടു? സ്പ്രിങ് സീസണിലേക്ക് ഇട്ടു. സ്പ്രിങ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലവേഴ്സ്, ബ്യൂട്ടി ആണല്ലേ? അപ്പോൾ ആ സീസണിലേക്ക് എന്തിനെ അതാണ് ഒരു ഹ്യൂമൺ ലൈക്ക് ആട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു എന്താണ് പ്രണയിനിയുടെ ആത്മാവിനെ എന്തിലേക്ക് ഇട്ടു? സ്പ്രിങ് സീസണിലേക്ക് ഇട്ടു. അപ്പോൾ സ്പ്രിങ് ഒരു പെൺകുട്ടിയെ പോലെ ഇല്ലെങ്കിൽ അവളുടെ ആത്മാവിനെ പോലെ മാറിയെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ സ്പ്രിങ് സീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ബ്യൂട്ടി. ഓക്കെ, നെക്സ്റ്റ്
surely God was a lover by woman's will while controlled when he made the summer a woman thirsty and unconsoled. സമ്മർ സീസൺ എങ്ങനെയാണ്? വളരെ ഡ്രൈ ആണ് അല്ലേ? എത്ര വെള്ളം ഉണ്ടെങ്കിലും എന്താണ് മതിയാവാത്തൊരു സീസണാണ്. അപ്പോൾ ലവേഴ്സിൻ്റെ സ്നേഹം എന്താണ്, അല്ലെങ്കിൽ പരസ്പരം ഇരിക്കണം എന്നുള്ള ആ ഒരു ലോങ്ങിങ് എന്താണ് വളരെയധികം ഉണ്ടാവും അല്ലേ? അവർക്കൊരു തേഴ്സ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ തേഴ്സ്റ്റിനെ സമ്മറോട് കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗോഡ് ഒരു ലവറാണ്. അദ്ദേഹം ആ തൻ്റെ സമ്മറിനെ, ആ ഒരു സമ്മർ സീസണിനെ ഒരു തേഴ്സ്റ്റിയായ എന്താണ് വളരെ വികാരം വിചാരമൊക്കെ ഉള്ളൊരു പെൺകുട്ടിയായിട്ട് കാണാണ് അദ്ദേഹം. ഓക്കെ, surely God was a lover when he made the trees of fair. In every leaf is a glory caught from a woman's hair. എന്താ പറയുന്നത്? ഗോഡ് ഒരു ലവറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ട്രീസിനെ, മരങ്ങളെ വളരെ ഫെയറായിട്ട് ഭംഗിയുള്ളതായിട്ട് ഉണ്ടാക്കി. ഓക്കെ, ഇൻ എവ്രി ലീഫ് ഇസ് എ ഗ്ലോറി കോട്ട് ഫ്രം എ വുമൻസ് ഹെയർ. അതിൽ ഓരോ ഇലകളും എന്താണ്, ആ തൻ്റെ ലവറിൻ്റെ ഹെയറാണ്, അല്ലെങ്കിൽ മുടി പോലെയാണ് പോയിട്ട് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ മരങ്ങളൊക്കെ തന്നെ വളരെ ഫെയറാണ്, ബ്യൂട്ടിഫുള്ളാണ്. ആൻഡ് ദ ലീവ്സ് ആർ ദി ഹെയർസ് ഓഫ് എ വുമൺ. Surely God was a lover. See, in the flowers he grows, his love's eyes in the violet, her sweetness in the rose. ഇനി എന്താണ്, തൻ്റെ തോട്ടത്തിൽ ഇല്ലെങ്കിൽ പൂക്കളെ കമ്പയർ ചെയ്യാണ് അദ്ദേഹം. ഗോഡ് ലവറാണ്. കാരണം എന്താ, നമുക്കത് മനസ്സിലാവും. ദ ഫ്ലവേഴ്സ് ഹി ഗ്രോസ്, ഈ പൂക്കളൊക്കെ സൃഷ്ടിച്ച ആരാണ്? ദൈവമാണ്. അപ്പോൾ ആ ദൈവം എന്ത് ചെയ്യാണ്, ആ പൂക്കളിലൊക്കെ തന്നെ മധുരം നിറച്ചിട്ടുണ്ട് അല്ലേ? സ്വീറ്റ്നെസ്, ഹണിയുണ്ട്. റോസിലെ എന്താണ് അവളുടെ സ്വീറ്റ്നെസ്, ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ലവറിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് അത് റോസാപ്പൂവിലുണ്ട്. അതുപോലെ അവളുടെ കണ്ണുകൾ പോലെയാണ് വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ. ഓക്കെ, ഇങ്ങനെ ഓരോ ആട്രിബ്യൂട്ട് എന്ത് കൊടുക്കുകയാണ്, പോയിട്ട് കവിതയിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഹീ ടോക്സ് അബൌട്ട് ദി കോൺസെപ്റ്റ് ഓഫ് ഗോഡ് ആസ് എ പാഷനേറ്റ് ക്രിയേറ്റർ. അതായത് ദൈവം വെറുതെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി എന്നല്ല, എല്ലാത്തിനോടും അത്രയും സ്നേഹവും കരുണയോടു കൂടിയാണ് ഓരോന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് ഈ കവിതയിൽ പറയുന്നത്. മാത്രമല്ല ഇതിലെ നാച്ചുറൽ എലമെൻറ്റ്സിന് പല കാര്യങ്ങൾക്കും, സമ്മർ ആയിക്കോട്ടെ, സ്പ്രിങ് ആയിക്കോട്ടെ, ട്രീസ് ആയിക്കോട്ടെ, ഡോൺ ആയിക്കോട്ടെ, ഇതിനൊക്കെ തന്നെ ഒരു ഫീമെയിൽ ബ്യൂട്ടി അല്ലേ? കടലിൻ്റെ ഉപ്പുരസം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ടേസ്റ്റാണ്. അങ്ങനെയുള്ള ഇമേജസ് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ലൈൻസിലും നമുക്ക് കാണുന്ന എന്താണ്, ദ ഗോഡ്സ് ആക്ഷൻ ഇൻ ക്രിയേറ്റിംഗ് ദ വേൾഡ് വിത്ത് ഇറ്റ്സ് ബ്യൂട്ടി. ഓക്കെ, ഇൻ ദ സെൻസ് ഓഫ് എ ലവ് ആൻഡ് ഇൻറ്റിമസി. ഒരു ലവറിനെ എങ്ങനെയാണോ വർണ്ണിക്കാൻ പറ്റുക, അതുപോലെ ഇവിടെ കവിതയിൽ എന്തിനെ വർണ്ണിച്ചിരിക്കുന്നു, ദ ബ്യൂട്ടി ഓഫ് ക്രിയേഷൻ അല്ലേ? ഗോഡിൻ്റെ ക്രിയേഷൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഈ പോയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.